ശ്രീനാഥ് വാസി, ഷൈൻ ടോം ചാക്കോ, യു ഗൈസ് എഗെയിൻ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ വിഷയം വേറൊന്നുമില്ല. ആലപ്പുഴയിൽ 1.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട, യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ഓക്കെ, ഈ പിടിയിലായ യുവതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസി എന്നിവർക്ക് നിരോധിത ലഹരി വസ്തുക്കൾ നൽകാറുണ്ടെന്ന് മൊഴി. ഇത് മൊഴി മാത്രമല്ല, ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ടാണ് ഈ യുവതി പോലീസുകാർക്ക് കാര്യങ്ങൾ കൈമാറിയത് എന്നുള്ളതാണ് ഇനീഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, എന്തോ ഒരു ലൂപ്പഡ് ചെയ്ത് ശ്രീനാഥ് വാസി, ഷൈൻ ടോം ചാക്കോ. ട്രസ്റ്റ് മീ ഫോർ വൺ തിങ്, ഈ 2 പേരുകളിൽ നിൽക്കുന്നതല്ല ഓക്കെ ഈ ഒരു ലഹരിയുടെ ഉപയോഗം സിനിമ ഇൻഡസ്ട്രിക്കകത്ത്. ഓടിപ്പോയേണ്ട എല്ലാവർക്കും കയറി പറയാൻ പറ്റുന്ന 2 പേരുകൾ ഇത് 2 ഓക്കെ. എന്താണെങ്കിലും ഇനിയും പേരുകൾ വരാം. വേണമെങ്കിൽ ഒരു യങ് ചിന്ന സൂപ്പർ സ്റ്റാറിൻ്റെ വരാം. അത് ചിലപ്പോൾ നാളെ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്യാം, അറിയില്ല. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചു എന്നുള്ളൂ. കണ്ടറിയാം നമുക്ക്. എന്താണെങ്കിലും ഈ വിഷയം എന്താണെന്നുള്ളത് നമുക്ക് ന്യൂസിൽ വന്നതൊന്ന് നോക്കാം. ഇന്നലെ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും ഇന്നലെ രാത്രി 2 കോടി രൂപയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ടെന്നുള്ള മൊഴി തസ്ലീമ സുൽത്താന നൽകിയിരിക്കുന്നത്. ഇവര് ശ്രീനാഥ് വാസി, ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള യുവ അഭിനേതാക്കൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ പോലീസിന് എക്സൈസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഇവരുമായി സഞ്ചരിച്ചിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടുതൽ പരിശോധന നടന്നു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് നാർക്കോട്ടിക് സെല്ല് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ്, അത് സാധാരണ കഞ്ചാവല്ല, 2 കോടി രൂപയാണ്. അതിന് 3 കിലോ കഞ്ചാവിന് 2 കോടി രൂപയാണ് വിപണിയിൽ മൂല്യമുള്ളത്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തായ്ലൻഡോ മലേഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ്. ബാംഗ്ലൂർ ആദ്യം എത്തിച്ചു. ബാംഗ്ലൂർ എത്തിച്ചതിന് ശേഷം ക്രിസ്റ്റീന തസ്ലീമ സുൽത്താന, ഇവിടെ അറിയപ്പെടുന്നത്, എറണാകുളത്ത് അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നുള്ളതാണ്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളവരാണ് ഇവര്. ചെന്നൈയിലും സിനിമാ ബന്ധങ്ങളുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്ത് ഇവർക്ക് വ്യാപകമായ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നു. ഇവർ എറണാകുളത്ത് വിതരണം ചെയ്തതിന്റെ ബാക്കിയുള്ള 3 കിലോയാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത്. സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള ആളാണ്. ഇതിനു മുമ്പ് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ എറണാകുളത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു. അവിടെ ഫോട്ടോഷൂട്ടിനെത്തിയ, സിനിമാ മേഖലയിലേക്ക് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിൽ ഇവർ പ്രതിയാണ്. ഇവര് ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ എന്നുള്ള ഒരു റിസോർട്ടിലാണ് എത്തിയത്. രാവിലെ എക്സൈസ് നടത്തിയ ചില പരിശോധനകളുടെ ഭാഗമായി 2-3 ആളുകളെ കിട്ടിയിരുന്നു. അവരിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ കെണിയിലേക്ക് ക്രിസ്റ്റീനയും ഒപ്പം തന്നെ ഈ ഫിറോസും വന്ന് വീഴുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസിനകത്ത് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഈ പറഞ്ഞ ഷൈൻ ടോം ചാക്കോൻ്റെയും അല്ലെങ്കിൽ ശ്രീനാഥ് വാസിയുടെയും ഒക്കെ കൊടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ എവിടെയെങ്കിലും എത്തുന്നുള്ളത്? ബിക്കോസ് ഇവരുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കും, ഈ 2 നടന്മാരുടെയും ഹിസ്റ്ററിക്കകത്ത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോനെ റീസെൻ്റ്ലിയാണ് കേരളത്തിലെ ഫസ്റ്റ് കൊക്കൈൻ കേസ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് വിട്ടുകളഞ്ഞത്. അത് അന്ന് അന്വേഷണത്തിൽ പറ്റിയ പിഴവുകളാണ്. ചിലപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കാം, ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സോ അതിൻ്റെ കുറേ കാര്യങ്ങൾ അന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കുറേ ലൂപ്പ് ഹോൾസ് വന്നു എന്നൊക്കെ പറയാം. ബട്ട് നിയമം എന്താണെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണമല്ലോ. ഒരു നാട്ടിലിപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചാലും അതിൽ കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ പോലീസുകാർക്ക് പറ്റണം. അതിനാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, അതിനാണ് അവർ നിയമം പഠിക്കുന്നത്, എല്ലാം അതിനാണ്. സോ അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് ഷൈൻ ടോം ചാക്കോൻ്റെ പേരിലും ഇതേപോലെ കേസ് കാര്യങ്ങൾ. ശ്രീനാഥ് വാസിയുടെ പിന്നെ എല്ലാ വർഷത്തിലും 1-2 ഇല്ലയെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറക്കല്ല എന്ന് പറഞ്ഞ പോലെയാണ്. പണ്ട് ഒരു ആങ്കറിനായിട്ടുള്ള ഇഷ്യൂവിൽ ആ സീന് കുറച്ച് എസ്കലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയ സമയത്ത് ഈ ചെങ്ങായിൻ്റെ പല്ലുണ്ടായില്ല, നഖവും മുടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ നഖവും മുടിയും കൊണ്ടുപോയി ലഹരി പരിശോധന നടത്തി എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പരിശോധന നടത്തിയോ അതോ കേസ് ഒത്തുതീർപ്പായ സമയത്ത് ഇനിയിപ്പോൾ ഈ നഖവും മുടിയും തിരിച്ചു കൊടുത്തോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും ശ്രീനാഥ് വാസീൻ്റെ ഒക്കെ അങ്ങനെ തുടങ്ങി. ഇപ്പോൾ അടുത്ത റീസെൻ്റ്ലി നമ്മൾ കണ്ടതാണ്, ഒരു നൈറ്റ് പാർട്ടി ഹോട്ടലിൽ വെച്ച് നടന്ന സമയത്തും ഈ ചങ്ങായിക്ക് എന്തുണ്ട്, ഇതേപോലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡൂബി സിറ്റുവേഷനിൽ ഈ ചങ്ങായിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ച് കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടത്,
ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഈ അടുത്ത് ഈ സംഗതി കയ്യിൽ വെച്ചിട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് രോമാഞ്ചം, ആവേശം, പൈങ്കിളി സിനിമയുടെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പൊക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇത് മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ വീണ്ടും വീണ്ടും വെക്കുന്നില്ല, ഞാനൊരു 5-6 വീഡിയോയിലായിട്ട് വെക്കുന്നു. നമ്മുടെ ടിനി ടോം പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ലിസ്റ്റ് ഉണ്ട് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിൽ. സിനിമ എടുക്കുന്നുണ്ട് ലഹരിക്കെതിരെ, സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ട്, അബ്രാം ഖുറേഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് അഡക്റ്റ് ബിസിനസ് എന്നൊക്കെ. കയ്യിൽ വലിയൊരു ലിസ്റ്റും വെച്ച് സിനിമയത്ത് ഇരിക്കുകയാണ് ആൻ്റണി പെരുമ്പാവൂർ. അത് ടിനി ടോമിനും വേറെ കുറേ ആളുകൾക്ക് അറിയാം, ഇവിടുത്തെ എക്സൈസിനടക്കം അറിയാം. പക്ഷെ ആരും പൊക്കുന്നില്ല. ഇതേപോലെ ആരെങ്കിലും പൊക്കിക്കഴിയുമ്പോൾ അവർ സിനിമയിലുള്ള ആരുടെയെങ്കിലും ഒരു പേര് പറയുമ്പോൾ 2 ദിവസം അത് ചാനലിൽ ന്യൂസാവും, 3-ാമത്തെ ദിവസം അത് വാനിഷ് ആവും. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് 1-2 സാധനങ്ങളിലൂടെ പോയി നോക്കാം. ദ ഫസ്റ്റ് തിങ് ഈസ് ഷൈൻ ടോം ചാക്കോൻ്റെ കേസ് എങ്ങനെ പുകയായിപ്പോയി. 2015 ജനുവരി 30 അന്നാണ് നടൻ ഷൈൻ ടോം ചാക്കോയും 4 യുവതികളും 10 ഗ്രാം കൊക്കൈനുമായി പിടിയിലാകുന്നത്. ചന്ദ്രബോസ് വധക്കേസ് പ്രതിയും വിവാദ നായകനുമായ നിഷാമിന്റെ കടവന്ത്രയിലെ ഡ്യൂപ്ലെക്സ് ഫ്ളാറ്റ്. അവിടെയാണ് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. യുവനായകൻ ഷൈൻ ടോം ചാക്കോ പിടിക്കപ്പെട്ടതോടെ കേസിന്റെ മാനം തന്നെ മാറി. സിനിമയും ലഹരിയും വലിയ ചർച്ചയായി. 10 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ തന്നെ ആദ്യ കൊക്കൈൻ കേസ് ഇല്ലാതായി. എല്ലാ പ്രതികളെയും എറണാകുളം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. അറസ്റ്റ് നടന്ന ദിവസം തന്നെ തോറ്റുപോയ കേസ്. കൊച്ചി കൊക്കൈൻ കേസിനെ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. ലഹരി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ കേസ് നശിപ്പിച്ചത്. കോടതി ഉത്തരവ് പരിശോധിച്ചാൽ 1-ാം പ്രതിയാകുന്നത് പോലീസാണ്. പ്രധാനമായും 3 വീഴ്ചകളാണ് കേസിലുണ്ടായത്. ഒന്ന്, NDPS ആക്ടിലെ സെക്ഷൻ 42 പാലിച്ചില്ല. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെങ്കിൽ ആ വിവരം രേഖാമൂലം മേലുദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണം. 2, സെക്ഷൻ 50 ഇവിടെ പാലിക്കപ്പെട്ടില്ല. അതായത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ മജിസ്ട്രേറ്റിന്റെയോ മുന്നിൽ ഹാജരാക്കുന്നത് പ്രതികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. 3-ാമത്തേതാണ് ഏറ്റവും വലിയ വീഴ്ച. 4 യുവതികൾ ഉൾപ്പെട്ട കേസിൽ ലഹരി കണ്ടെടുക്കാൻ സാക്ഷിയായി എത്തിച്ചത് പുരുഷ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ. കേസിലെ 1-ാം പ്രതിയായ യുവതിയുടെ ദേഹപരിശോധനയിലാണ് കൊക്കൈൻ കണ്ടെടുത്തതെന്നാണ് കേസ്. സ്ത്രീകളുടെ ദേഹപരിശോധനയ്ക്ക് സ്ത്രീയായ ഗസറ്റഡ് ഉദ്യോഗസ്ഥ നിയമത്തിൽ നിർബന്ധമാണ്. ഇതോടെ കൊക്കൈൻ പിടിച്ചെന്ന വാദം തന്നെ കോടതിയിൽ പൊളിഞ്ഞു വീണു. ഇതിനെല്ലാം അപ്പുറം പ്രതികളുടെ ലഹരി ഉപയോഗവും തെളിയിക്കാനായില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രഗ് കിറ്റ് ഉപയോഗിച്ചിട്ട് അത് കൊക്കൈനാണെന്ന് പ്രൈമ ഫേസി ഞാനത് തെളിയിച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്. അപ്പോൾ അത് കെമിക്കൽ ലാബിൽ അത് കൺഫേം ആകുകയും ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൊക്കൈൻ കേസിലെ കോടതി ഉത്തരവ് സർക്കാർ പരിശോധിക്കണം. പോലീസ് വീഴ്ചകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം. നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നത് ഒരു കുറ്റകൃത്യത്തിലും നമുക്ക് ഇളവ് നൽകുന്നതല്ല. ഇവിടെ നിയമപാലകരുടെ അറിവുകേട് ഒരു കേസ് തന്നെ ഇല്ലാതാക്കിയെങ്കിൽ അവർ സർവീസിൽ തുടരാൻ യോഗ്യരല്ല. സർക്കാർ പെൻഷനും. നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. സോ ഈ രീതിയിലാണ് ഈ കേസ് ഒന്നുമല്ലാതായിപ്പോയത്. ഓക്കെ, സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഷൈൻ ടോം ചാക്കോ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു. ഇനി അടുത്ത ശ്രീനാഥ് ബാസിയിലേക്ക് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസിയുടെ ഈ മുടി നഖവും കേസ്, അതല്ലാതെ ഈ അടുത്ത കാലത്ത് ഹോട്ടലിൽ നിന്ന് രാത്രി ഉണ്ടായ പാർട്ടി, ആ റൂമിലേക്ക് എക്സൈസ് കയറി ചെന്നപ്പോൾ പിടിച്ച സബ്സ്റ്റൻസിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ അവിടെ ഉള്ള ആളുകളെയായിട്ട് ചോദ്യം ചെയ്ത സമയത്ത് അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ മിസ്മാച്ച് ആയത്. ബിനു ജോസഫിന് സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്ന് മാത്രമല്ല, അതിനേക്കാൾ ബിനുവിൻ്റെ ബന്ധം ഈ കൊച്ചിയിലെ പല ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയാണ് ബിനു എന്നുള്ളതാണ്. ആ ബിനുവുമായിട്ട് ശ്രീനാഥ് ഭാസിക്ക് ബന്ധമുണ്ട്, സാമ്പത്തിക ഇടപാടുമുണ്ട്. എന്തായിരുന്നു സാമ്പത്തിക ഇടപാട് എന്നുള്ള ചോദ്യത്തിന് ശ്രീനാഥ് ഭാസി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ബിനുവിന് കടമായി പണം നൽകി എന്നുള്ളതാണ്. പക്ഷേ ഇതിനു മുൻപ് തന്നെ ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടിരുന്നു. അന്ന് ചോദ്യം ചെയ്തപ്പോൾ ബിനു പറഞ്ഞത് ശ്രീനാഥ് ഭാസിയുമായി ബിസിനസ് ഇടപാട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് ഇവർക്കുമിടയിലുള്ളത് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ശ്രീനാഥ് ഭാസി പല ടൈമിലായിട്ട് പല വിഷയങ്ങളിൽ ഇതുപോലെ പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കേസും ന്യൂസുമായി നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പൊക്കിയൊരു കേസ് റീസെൻ്റ്ലി ഉണ്ടായൊരു കേസാണ്. ആ കേസിനകത്ത്
ഈ മേക്കർ ആർട്ടിസ്റ്റ് പോയ ലൊക്കേഷൻ, ഓക്കെ, ആ ലൊക്കേഷൻ സിനിമയുടെ ആ ഒരു സെറ്റിനകത്ത് ശ്രീനാഥ് ബാസി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിനിമ ശ്രീനാഥ് ബാസി ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണെന്നുള്ളതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് അന്ന് പരാമർശിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അത് തിരുത്തി തരാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസും അന്ന് കണ്ട ന്യൂസും അതിൻ്റെ കമൻറ്റ് ബോക്സും അന്ന് ഇങ്ങനെ കാഷ്വലി സംസാരിച്ച സമയത്ത് കുറച്ച് പേര് പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇഫ് ഐ എം നോട്ട് റോങ്, ഓക്കെ, അതങ്ങനെയാണ്. ശ്രീനാഥ് ബാസി ഉള്ള ഒരു സെറ്റിലേക്കാണ് ഈ ചങ്ങാതി പോയിട്ടുള്ളത്. ആ പോകുന്ന വഴിക്കാണ് ഇയാളെ എക്സൈസ് പൊക്കിയിട്ടുണ്ടായിരുന്നത്. എക്സൈസിന് സിനിമാ സെറ്റിൽ വ്യാപകമായിട്ടുള്ള ലഹരി ഉപയോഗമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം അവിടെയുള്ള ലോക്കൽ സപ്ലയറെ പൊക്കി, ആ പൊക്കിയതിന് ശേഷം കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അത് പൊക്കിയിട്ടുണ്ടായിരുന്നത്. മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ അഭിലാഷും സംഘവും കാഞ്ഞാർ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി എത്തിയ രഞ്ജിത്ത് ഗോപിനാഥ് എന്ന സിനിമ മേക്കപ്പ് മാൻ പിടിയിലായത്. അട്ടഹാസം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വാഗമൺ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ലഹരി ഉപയോഗിക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. അതനുസരിച്ച് ഇന്നലെ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ അവിടെ നിന്നും ലഹരി വാങ്ങി ഉപയോഗിച്ച ചില ആളുകളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വ്യാപകമായ പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഒരു ഊബർ ടാക്സിയിലാണ് ഈ രഞ്ജിത്ത് എത്തിയത്. സിനിമ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു. അവർ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് 45 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഇയാളെ ഇപ്പോൾ മൂലമറ്റം എക്സൈസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് മാനൊക്കെ അന്ന് വിട്ടയച്ചു, ബിക്കോസ് ഇനഫ് ക്വാണ്ടിറ്റിയിലല്ല പൊക്കിയത് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങി പോകാൻ പറ്റും. ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടേത് എന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് വന്നിട്ടുള്ളത്, ആലപ്പുഴയിലെ ലഹരി കേസിനെ കുറിച്ച് അറിയില്ല, ആരൊക്കെയോ എന്തൊക്കെയോ കെട്ടിച്ചമയ്ക്കുന്നു എന്ന് ശ്രീനാഥ് ബാസി പറഞ്ഞതായിട്ട് 24 ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ 8 മണിക്ക് റിപ്പോർട്ടർ ചാനലിൽ എന്തോ കേരളത്തിൽ നടക്കുന്ന എന്തോ വാർത്ത വരാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ മറ്റേ മുഖം മൂടി അഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അത് ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് അറിയില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പൊക്കുമ്പോൾ ഡയറക്റ്റ്ലി ആ ഒരു കണക്ഷൻ അറിയാമല്ലോ, ആ സിനിമ ലൊക്കേഷൻ, ഇപ്പോൾ ഇതിന് മുന്നേ പൊക്കിയ കേസുകൾ, ഇനി ഈ ലേഡിയുടെ ഒരു മോഡസ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, കണ്ണൂർ ബേസ്ഡ് ലേഡി ചെന്നൈയിൽ ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. കൊച്ചിയിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. അതും സിനിമാക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രിപ്പിംഗ് അവർക്കുണ്ട്. പേര് തന്നെ സ്വന്തം പേരല്ല അവർക്ക്, പേര് തന്നെ അവരത് വേറൊരു പേരിലാണ് അവർ സിനിമാക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു ഐറ്റംസ് ഉള്ളത്. എന്താണെങ്കിലും ക്രിസ്റ്റീന എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, ക്രിസ്റ്റീന എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ലേഡി സ്വന്തം ഫാമിലി ആയിട്ട്, ഓക്കെ, കുട്ടികളൊക്കെ കൊണ്ടിട്ടാണ് ഇവരുടെ യാത്രകളും കാര്യങ്ങളും. സോ അവരൊക്കെ മറയാക്കി വെച്ചിട്ടുള്ളൊരു മോഡസാണ് അവരെടുക്കുന്നത്. എന്തുവാണ് ഇത്? എത്ര കാലമായി സിനിമ? ഇപ്പം ഈവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം കൃത്യമായിട്ട് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലഹരിക്കെതിരെ സിനിമ എടുക്കാൻ പറ്റുന്നുണ്ട്, ലഹരിക്കെതിരെ ദിവസം വരുന്ന സമയത്ത് ഇവർക്കത് ലഹരി വിമുക്ത ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്വന്തം ഫീൽഡിൽ, സ്വന്തം സിനിമാ സെറ്റുകളിൽ ഇതിൻ്റെ മാരകമായ ഉപയോഗം കൂടി വരുന്നത് തടയാൻ ഇവിടെ ഒരു സൂപ്പർ ഹീറോ ഇല്ല, ആണുമില്ല പെണ്ണുമില്ല. അറിഞ്ഞാലും മിണ്ടാതിരിക്കുക, മനസ്സിലായോ? എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയിൽ തീരുന്ന പേരുകളൊന്നുമല്ല. അവരിപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് എല്ലാവർക്കും. അപ്പോൾ ആരെങ്കിലും സിനിമാ ഫീൽഡുമായിട്ട് എന്തെങ്കിലും ലഹരിയും സംസാരങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസിയിൽ നിന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും, മനസ്സിലായോ? പക്ഷെ അവിടെ ഒന്നും നിൽക്കുന്നില്ല കാര്യങ്ങൾ. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, 1-2 വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സിനിമാ സെറ്റുകളിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു നടനോ നടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ വലിയ നടനോ നടിയോ പോയിട്ടൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ നേരിട്ട് ഡീലേ ഇല്ല. എപ്പോഴും അവർ ഇതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബോയോ സെറ്റിൽ ചായ കൊണ്ടുവരുന്നവരോ ഡ്രൈവറോ അങ്ങനെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ചെറിയ ലെവലിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും അവരൊരു 3-4 പേരുടെ സർക്കിൾ ഇങ്ങനെ അടിച്ച് കൈമാറി പിന്നെ ആയിരിക്കും ഈ മെയിൻ പേഴ്സൻ്റെ അടുത്തേക്ക് ഇവരെത്തിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ഡീലുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബിഗ് ഷോട്ടിനായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ ചിലപ്പോൾ കിട്ടിയാൽ മാത്രമേ ഡയറക്റ്റായിട്ട് ഒരു ലിങ്ക് അവരിലേക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം കുടുങ്ങുന്ന സമയത്ത് ഇതേപോലെ ഏതെങ്കിലും ചെറിയ മീനുകളൊക്കെ കുടുങ്ങിയിട്ട് പോകുന്നല്ലാതെ. ഇനിയിപ്പോൾ ഈ ലേഡി, ആലപ്പുഴയിൽ പിടിയിലായ ലേഡി ഏത് തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസ് ആണ് കൊടുത്തതെന്നുള്ളത് നോക്കണം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണോ, വാട്സാപ്പ് ചാറ്റുകളാണോ, അതോ ഇനി അവർ ഒന്നിച്ച് യാത്ര ചെയ്ത സമയത്തുള്ള ഫോട്ടോ വീഡിയോസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും പുറത്ത് വന്നാൽ കാണാം. ഇല്ലെങ്കിൽ പോട്ട വഴിക്ക് വരും.